അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഇരുലോക ആഫിയത്ത് സലാമത്ത് നമുക്കും വേണ്ടപ്പെട്ടവർക്കും, പ്രത്യേകിച്ച് അൻവാർ ഹഫീസിൻ്റെ കുടുംബം കമൻറ്റിൽ സന്തോഷം പറയുന്ന, ഖൽബ് നിറച്ച് ദുആ ചെയ്യുന്ന, നമ്മുടെ പരിപാടി സന്തോഷത്തോടുകൂടെ ലൈക്ക് ചെയ്ത് കൂടെ നിൽക്കുന്ന, നമ്മുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്തിട്ട് ഇതിൻ്റെ ഒരു ഭാഗമാക്കായി എല്ലാവരെയും ചേർക്കുന്ന ഒട്ടനവധി ആളുകളുണ്ട്. ഖൽബ് നിറച്ച് ദുആ ചെയ്യുന്ന ഒരുപാട് പ്രായമുള്ളവരുണ്ട്, ഉമ്മമാർ, ഉപ്പമാർ, രോഗികളുണ്ട്. പ്രത്യേകിച്ച് ദുആയിൽ ഓർക്കണം, ചേർക്കണമെന്ന് പറഞ്ഞ് പറയുന്നവരും ആഗ്രഹിക്കുന്നവരുമുണ്ട്. അല്ലാഹു എല്ലാവർക്കും സന്തോഷം പ്രദാനം ചെയ്യട്ടെ, ഈമാൻ കാമിലായി സലാമത്തിലാക്കി പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു നമ്മുടെ മരിച്ചവർക്ക് ജന്നത്ത് കൊടുക്കട്ടെ, എല്ലാ മുഅ്മിനീകൾക്കും മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, നാം ഒക്കെ തന്നെ വളരെ ജിജ്ഞാസയോടുകൂടെ, പ്രത്യേകിച്ച് അത്ഭുതത്തോടുകൂടെ കേൾക്കുകയും അറിയുകയും വായിക്കുകയും ചെയ്യുന്ന സംഭവം ഖബറുമായി ബന്ധപ്പെട്ട അത്ഭുതങ്ങളാണ്. ഖബറിലെ അത്ഭുതം, ഖബറാളി അവർ സംസാരിച്ചത്, അവരുടെ വോയിസുകൾ, അതുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ എന്നും നമുക്ക് ജിജ്ഞാസയും അത്ഭുതമാണ്. ഇവിടെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് ഖബറിൽ കിടന്നുകൊണ്ടൊരു ചെറുപ്പക്കാരൻ വിളിച്ചു പറഞ്ഞ വാക്കാണ്. കേട്ടയാൾ ഞെട്ടിപ്പോയി, ഞെട്ടിത്തിരിച്ചുപോയി. അയാളുടെ ആ ഖബറാളിയായ മനുഷ്യൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. ഖബറിൽ കിടക്കുന്ന ആളുകളുടെ, മരിച്ചവരുടെ സംസാരം എന്ന് പറയുന്ന ഒരു മേഖല തന്നെ ഉലമാഇനെ സംബന്ധിച്ചിടത്തോളം കിതാബുകളിൽ ഒരുപാട് ഉദ്ധരണികൾ, തസ്നീഫാത്തുകൾ നമുക്ക് കാണാൻ പറ്റും. മരിച്ചവരുടെ സംസാരം, ഖബറിൽ പോയവരുടെ സംസാരം, ഇതൊക്കെ നമ്മൾ അറിയുകയും പഠിക്കുകയും ചെയ്യണം. കാരണം ഒരു പക്ഷേ നാളെ നമ്മുടെ സംസാരം അത് നമുക്ക് ഗുണകരമായ രീതിയിൽ, നമുക്ക് ഒരു ഹാപ്പി, സന്തോഷമുണ്ടാക്കുന്ന സംസാരങ്ങൾ, പലപ്പോഴും കരച്ചിലിൻ്റെയും വേദനയുടെയും നഷ്ടബോധത്തിൻ്റെയും സംസാരം രണ്ടും ഉണ്ടാവും. അതിൽ സന്തോഷത്തിൻ്റെ സംസാരം ഞങ്ങൾക്ക് റാഹത്താണ്, സന്തോഷമാണ്. അങ്ങനെയുള്ള ഒരു ഖബറാളിയുടെ, ഒരു ജനാസയുടെ സംസാരം, അതാണ് വേണ്ടത്. അത് വേണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്? ജീവിതത്തിൽ ഒരുക്കണമല്ലോ. സമയം കഴിഞ്ഞു പോയാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇത്തരം സംഭവങ്ങളൊക്കെ നമുക്ക് ജീവിതത്തിൽ വല്ലാത്ത പാഠമാകണം. നമ്മൾ സംസാരിക്കുന്നത്, പ്രിയപ്പെട്ടവരെ, ഇമാംമാർ ഉദ്ധരിച്ചതാണ്, ചുമ്മാ എവിടെന്നെങ്കിലും അല്ല. ഇബ്നു അബിദ്ദുനിയ തങ്ങളടക്കം രേഖപ്പെടുത്തി വെച്ച ഒരുപാട് മരിച്ചവരുടെ സംസാരം നമുക്കറിയാൻ പറ്റും. മരിച്ചവരുടെ അനുഭവങ്ങൾ കൈമാറുക, ജീവിച്ചിരിക്കുന്നവർക്ക് സ്വപ്നത്തിലൂടെ, മനാമിലൂടെയൊക്കെ കൈമാറുക, അതിൻ്റെ എക്സ്പീരിയൻസ്, പിന്നെ അവർ അത് പറയുക, അല്ലെങ്കിൽ അത് രേഖപ്പെടുത്തി വെക്കുക. അങ്ങനെ ഒരുപാട് കിതാബിൻ്റെ ഉദ്ധരണി കാണാം. ഹമ്മാദ് ബിൻ സലം എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മരിച്ചുപോയി. മരിച്ചു പോയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ വേണ്ടപ്പെട്ട ആളുകൾ, കൂട്ടുകാർ, സഹോദരങ്ങൾ അദ്ദേഹത്തെ സ്വപ്നത്തിൽ കണ്ടു. സ്വപ്നത്തിൽ കണ്ട മനുഷ്യൻ, ഹമ്മാദ് ബിൻ സലം എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ സഹോദരൻ മരിച്ചു പോയിട്ട് പിന്നെ സ്വപ്നത്തിൽ കണ്ട പാടെ തന്നെ ഈ സ്വപ്നത്തിൽ കണ്ട മനുഷ്യൻ, സ്വപ്നം കാണുന്ന മനുഷ്യൻ ചോദിക്കുന്നത്, ഫസ്റ്റ് വൺ ചോദ്യം തന്നെ, മാ ഫഅലല്ലാഹു ബിക് കൈഫ ഹാലുക്, കൈഫ ഹാലുക്. നമ്മൾ ജീവിച്ചിരിക്കുന്നവർ പരസ്പരം ചോദിക്കുമല്ലോ, എന്താ വിശേഷം, എന്തുണ്ട് വിശേഷം എന്ന് ചോദിക്കൂലേ? അത് സെയിം, എന്താണ് വിശേഷം, കൈഫ ഹാലുക്, നിങ്ങളുടെ അവസ്ഥ എന്താണ്? മരിച്ചു പോയതാണല്ലോ, അത് ബോധ്യപ്പെട്ടുകൊണ്ട് കാണുന്ന സ്വപ്നമാണ്. അപ്പോൾ എന്താണ് നിൻ്റെ ഹാല് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി, അൽഹംദുലില്ലാഹ്, വലിയ സന്തോഷമാണ്, വലിയ റാഹത്താണ്. മാ ഫഅലല്ലാഹു ബിക്, അള്ളാഹു നിങ്ങളെ എന്താണ് ചെയ്തത്? അള്ളാഹുവിൻ്റെ സൽക്കാരം എങ്ങനെയായിരുന്നു? അള്ളാഹുവിൻ്റെ ആഖിറത്തിലെ ലോകത്തേക്കുള്ള യാത്രയാണല്ലോ, ദുനിയാവിൽ നിന്നും ആഖിറത്തിലേക്കുള്ള യാത്രയാണ്. ആ യാത്രയുടെ ഒന്നാമത്തെ വീടാണ് ഖബർ. അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ എന്ന് പുണ്യ റസൂൽ പറയുന്നുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആഖിറത്തിലേക്കുള്ള, പാരത്രിക ലോകത്തേക്കുള്ള ആദ്യത്തെ വീട് ഖബറാണ്. അപ്പോൾ ആ ഖബറിൻ്റെ അവസ്ഥ എങ്ങനെയുണ്ട്, അള്ളാഹു നിങ്ങളോട് എങ്ങനെയാണ് സമീപിച്ചത് എന്ന് ചോദിക്കുകയാണ് സ്വപ്നം കണ്ട മനുഷ്യൻ. അപ്പം അദ്ദേഹം പറയുന്നത്, അൽഹംദുലില്ലാഹ്, അള്ളാഹു എനിക്ക് മാപ്പ് തന്നു, അള്ളാഹു എനിക്ക് റഹ്മത്ത് ചൊരിഞ്ഞു, അള്ളാഹു എന്നെ ജന്നത്തുൽ ഫിർദൗസിൽ പ്രവേശിപ്പിച്ചു. അൽഹംദുലില്ലാഹി തുമ്മൽ ഹംദുലില്ലാഹ്. നമ്മളൊക്കെ കൊതിക്കുന്ന, കേവലം സ്വർഗത്തിൽ എവിടെയെങ്കിലുമല്ല, അഅ്ലാ ദർജയിൽ, സ്വർഗത്തിലെ ഏറ്റവും ടോപ്പ് ദർജയാണ് ജന്നത്തുൽ ഫിർദൗസ്. ആ ജന്നത്തുൽ ഫിർദൗസിൽ എനിക്ക് അല്ലാഹു ഇടം നൽകി, പ്രവേശനം, അഡ്മിഷൻ നൽകി എന്ന് ഹമ്മാദ് ബിൻ സലം എന്ന് പറയുന്ന മനുഷ്യൻ പറയാണ്. സ്വപ്നത്തിൽ മറുപടി പറഞ്ഞു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇദ്ദേഹം ചോദിക്കുന്നുണ്ട്, അതിൻ്റെ സബബ് എന്താണ്, കാരണം എന്താണ്? നിങ്ങൾക്ക് ജന്നത്തുൽ ഫിർദൗസ് കിട്ടാൻ കാരണമെന്ത്? റഹ്മത്ത് കിട്ടാനും അല്ലാഹു പാപങ്ങളൊക്കെ പുറത്തു നിന്ന് മൗഫറത്തോടെ നിങ്ങളെ സ്വീകരിക്കാനും
സൽക്കരിക്കാനും കാരണം എന്താണ്? കാരണം എന്താണ്? ഏത് അമലാണ് എന്നാണ് ചോദിക്കുന്നത്. ആ അമൽ കേൾക്കാനും പഠിക്കാനും ചെയ്യാനുമാണ് ആഗ്രഹം. നമുക്കും അങ്ങനെയാണല്ലോ. എന്താണ് അദ്ദേഹം മറുപടി പറഞ്ഞതെന്ന് അറിയാൻ വേണ്ടി ജിജ്ഞാസയാണ്. അദ്ദേഹം പറയുന്നത് വളരെ സിമ്പിളായിട്ടൊരു കാര്യമാണ്. എന്താ പറയുന്നത്? ആ മഹാൻ പറയാ, അല്ലെങ്കിൽ അദ്ദേഹം ഹമ്മാദ് ബിൻ സലം എന്ന് പറയുന്നവർ പറയാ, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ മനസ്സറിഞ്ഞ് ചെയ്ത ഒരു ദുആയുണ്ട്. ആ ദുആ ദിക്റുമാണ് ദുആയുമാണ്, രണ്ടും സമ്മേളിക്കുന്നുണ്ട്. ദിക്റുണ്ട്, ദുആയുണ്ട്. ആ ഒരു വരി വാക്ക്, ആ ഒരു വരി പദം മനസ്സറിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ കാരണമായി, ഈ ദുആ ഞാൻ ജീവിതത്തിൽ പതിവാക്കിയ അല്ലെങ്കിൽ ചൊല്ലിയ കാരണമായി, ദുആ ചെയ്തത് കാരണമായി അള്ളാഹു ഈ ഗുണങ്ങൾ, ബെനിഫിറ്റ് എല്ലാം എനിക്ക് തന്നോന്നു. എന്നിട്ട് അദ്ദേഹം പഠിപ്പിച്ചു കൊടുക്കുക, മരിച്ചുപോയ മനുഷ്യൻ ഖബറിൽ നിന്ന് പഠിപ്പിച്ചു കൊടുക്കുക, ഹയാത്തുള്ള അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളോട് മനാമിൽ പറഞ്ഞു കൊടുക്കുക. എന്താ ദിക്ർ പറഞ്ഞു കൊടുക്കുന്നത്? കേട്ടോളൂ, കണ്ടോളൂ. ഇതാണ് ആ ദിക്ർ. യാ ദത്തൗലിയാദൽ ജലാലി വൽ ഇക്റാം യാ കരീമു അസ്കിന്നിൽ ഫിർദൗസ. മനോഹരമായ ദുആയാണ്. എല്ലാ നിസ്കാരശേഷവും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ദുആയാണ്. നിസ്കാരത്തിൻ്റെ സുജൂദിൽ അൽഹംദുലില്ലാ, അള്ളാഹിൻ്റെ ഭാഗ്യവാന്മാർക്ക് മാത്രം കിട്ടുന്ന സൗഭാഗ്യമാണ് നിസ്കാരത്തിൻ്റെ സുജൂദിലുള്ള ദുആ. സുബ്ഹാന റബ്ബിൽ അലാ ബിഹംദിഹി, അതെല്ലാവർക്കും ഭാഗ്യം കിട്ടും, നിസ്കരിക്കുന്നവർക്ക്, സുജൂദ് ചെയ്യുന്നവർക്കൊക്കെ, കാരണം അതിൻ്റെ ഒരു ഭാഗമാണല്ലോ. പക്ഷേ സുജൂദിൽ ദുആർക്കാന്ന് പറഞ്ഞാൽ അത് പ്രത്യേക അള്ളാഹുവിൻ്റെ തൗഫീഖുള്ളവർക്കേ ഭാഗ്യം ഉണ്ടാവുള്ളൂ. അള്ളാഹു അത്രക്കാൻ നമ്മളെ ചേർക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതിനൊക്കെ പറ്റിയ ദുആയാണ്, പറ്റിയ ദിക്റുമാണ്. യാ ദത്തൗലി യാ ദൽ ജലാലി വൽ ഇക്റാം യാ കരീമു അസ്കിന്നിൽ ഫിർദൗസ. യാ ദത്തൗലി യാ ദൽ ജലാലി വൽ ഇക്റാം യാ കരീമു അസ്കിന്നിൽ ഫിർദൗസ. അള്ളാഹുവിനോട് എന്താ പറയുന്നത്? ശക്തിയും പ്രഭാവവും നിറഞ്ഞ അള്ളാഹുവേ. അള്ളാഹിനെ വിളിക്കുക. ശക്തിയുള്ളവനാണ്, പ്രതാപമുള്ളവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അവൻ മഹത്വമുടയവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. വലിയ മഹത്വമുള്ള സ്ഥാനമുടയവനാണ് പടച്ചവൻ അള്ളാഹു. അതുകൊണ്ട് പടച്ചവനെ അള്ളാഹുവേ, അസ്കിന്നിൽ ഫിർദൗസ. ഇത്ര വലിയ മഹാനാണ് നീ, അതുകൊണ്ടാണ് നിന്നോട് ചോദിക്കുന്നത്. വേറെ ആരോടും ചോദിച്ചിട്ട് കാര്യമില്ല, നടപടിയില്ല. എല്ലാവർക്കും ചോദിക്കാനുള്ളത് നിന്നോടാണ്, നിനക്കാരോടും ചോദിക്കേണ്ടതില്ല. അതുകൊണ്ട് എന്തിനും യോഗ്യനായവനെ അസ്കിന്നിൽ ഫിർദൗസ, എന്നെ നീ ഫിർദൗസിൽ പ്രവേശിപ്പിക്കണമേ. എനിക്ക് ഫിർദൗസിൽ, ജന്നത്തുൽ ഫിർദൗസിൽ എവിടെയെങ്കിലും പോരാ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞില്ലേ, സ്വർഗം ചോദിക്കുകയാണ് ജന്നത്തുൽ ഫിർദൗസ് ചോദിക്കണമെന്ന്. ഹദീസിൽ കാണാം, ഫിർദൗസ് തന്നെ ചോദിക്കണം. സ്വർഗത്തിൽ ഇടം താനെ, എനിക്ക് സ്വർഗം താട്ടേന്നല്ല ചോദിക്കേണ്ടത്. അല്ലാഹു ജന്നത്തുൽ ഫിർദൗസ് എനിക്ക് വേണം അല്ലാന്നാ, അത് ചോദിക്കണം എന്നാ. അപ്പോൾ കണ്ടില്ലേ, അസ്കിന്നിൽ ഫിർദൗസ, ഫിർദൗസിൽ എന്നെ നീ പാർപ്പിക്കണമേ, എനിക്ക് താമസം നൽകണേന്ന്. ഈ ദുആ ഞാൻ ചെയ്തത് കാരണമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് മഗ്ഫിറത്തും മർഹമത്തും ജന്നത്തുൽ ഫിർദൗസും നൽകാനുള്ള കാരണം എന്ന് മരിച്ചുപോയി ഖബറിൽ കിടക്കുന്ന ബർസഖ് ലോക ജീവിതത്തിൽ നിന്നും ഹമ്മാദ് ബിൻ സലം എന്ന് പറയുന്ന മനുഷ്യൻ ജീവിച്ചിരിക്കുന്നവർക്ക് കൊടുക്കുന്ന മെസ്സേജ്, അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ഇമാമുമാർ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ദിക്ർ അറിയാനും നമുക്ക് കേൾക്കാനും ഭാഗ്യമുണ്ടായല്ലോ. അപ്പോൾ ജീവിതത്തിൽ ഒരു ദിവസത്തിൽ ഒരു വട്ടെങ്കിലും നമ്മൾ പറയണം. പ്രത്യേകിച്ച് ദുആക്ക് ഇജാബത്തുണ്ടാകുന്ന നേരത്ത് ഈ ദിക്ർ അല്ലെങ്കിൽ ഈ ദുആ ഒന്ന് ചേർത്തി കൊടുക്കണം. അത്ര മനോഹരമാണ്. അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ് ഇത് പറയുന്നവരെ, അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ്. ഇജാബത്തുറപ്പാണ് ഈ പരിശുദ്ധമായ ശൈലിയിൽ ഈ ദുആ ചെയ്യുമ്പോൾ. യദൽ ജലാലി വൽ ഇക്റാം, അള്ളാഹുവിൻ്റെ 99 അസ്മാഉൽ ഹുസ്നയിൽ വളരെ പെർഫെക്റ്റായൊരു നാമമാണ്. മറ്റ് നാമങ്ങളെക്കാൾ വേറിട്ട് നിൽക്കുന്നുണ്ട് യദൽ ജലാലി വൽ ഇക്റാം. സുലൈമാൻ പറയുന്നുണ്ട് അതിലിങ്ങനെ എൻഗേജഡ് ആവണം. യാദൽ ജലാലി വൽ ഇക്റാം, അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ് ആ പേര് പറയുന്നത്. അള്ളാഹു ദുൽ ജലാലി വൽ ഇക്റാമാണ്, വലിയ മഹത്വമുടയ, ബഹുമാനമുടയ, ആദരവുടയ, സ്ഥാനമുടയവനാണ് അള്ളാഹു. ഈ പരിശുദ്ധമായ ദിക്ർ പറഞ്ഞതിന് ശേഷം, ഈ ഇസ്മു പറഞ്ഞതിന് ശേഷം എന്ത് ദുആ ചെയ്താലും കബൂലാകുമെന്ന് ഉറപ്പ് പറയുന്നുണ്ട് ഹദീത്തിൽ. ഇവിടെ എന്താ ഇസ്മു പറഞ്ഞിട്ട് പറയുന്നത്? അസ്കിന്നിൽ ഫിർദൗസ, അസ്കിന്നിൽ ഫിർദൗസ, എനിക്ക് ഫിർദൗസിൽ ഇടം നൽകണേന്നാ. അപ്പോൾ അതുകൊണ്ട് അൽഹംദുലില്ലാ, ഇജാബത്തുറപ്പുള്ള ഒരു ദിക്റുമാണ്, ദുആയുമാണ്. നമ്മൾ പഠിച്ചു വെക്കണം. കഴിവിൻ്റെ പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തണം. നമ്മുടെ മറ്റുള്ളവരിലേക്ക് നമ്മൾ ഷെയർ ചെയ്തു കൊടുക്കണം. അള്ളാഹു ഇതറിയാൻ നമ്മളെ തിരഞ്ഞെടുത്തതുപോലെ ചെയ്യാൻ കൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ തിരഞ്ഞെടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇന്ന് മുതൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ചേരട്ടെ ഈ പരിശുദ്ധമായ ദിക്ർ. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ, ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന നിസ്കാര ശേഷമുള്ള ദുആ, തഹജ്ജുദിൻ്റെ നേരത്തുള്ള ദുആ,
ഒക്കെ ഭയങ്കര ഇജാബത്താണ്. വാങ്ക് കൊടുത്തു, വാങ്കിന് ഇജാബത്ത് കൊടുത്തു. വാങ്ങിന് ശേഷം അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി തമ്മ വസ്സലാത്തിൽ ഖായിമ ദുആ ചെയ്തു. ദുആ കഴിഞ്ഞതിന് ശേഷം അൽഹംദുലില്ലാ ഒരു വട്ടം ഇജാബത്തുള്ള നേരം ആകാശലോകത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്ന 2 പ്രധാനപ്പെട്ട നേരമുണ്ട്. ആ നേരത്ത് ഒരു കാരണവശാലും നിങ്ങളുടെ തേട്ടം ദുആ അള്ളാഹു കാണാതെ പോകില്ല, കബൂലാക്കാതെ പോകില്ല. ഉറപ്പ് പറഞ്ഞിരിക്കുന്ന 2 നേരമാണ്. സിൻതാനിമാ തുറദ്ദാൻ, സിൻതാനിമാ തുറദ്ദാൻ. 2 നേരത്ത് നിങ്ങൾ കൈപൊക്കിയാൽ അള്ളാഹു വെറുതെ കൈ മടക്കില്ല. ഭയങ്കര കുടിക്ക് കൊള്ളുന്ന ദുആയാണ് അത്. ഒന്ന് ഇൻദൽ അദാൻ, ബാങ്ക് കൊടുത്തതിന് ശേഷമുള്ള ദുആ. അത് ബാങ്കിന് ശേഷമുള്ള സാധാരണ ചൊല്ലുന്ന ദുആയല്ലേ, അത് മാത്രമല്ല, അതിനുശേഷം എന്ത് ദുആയിരുന്നാലും അത് ഇജാബത്ത് ഉറപ്പാണ്. മറ്റൊന്ന് തഹ്തൽ മത്തർ, മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചെറിയ മഴയാണെങ്കിലും വലിയ മഴയാണെങ്കിലും ദുആക്ക് വലിയ ഇജാബത്താണ്. ഇതൊക്കെ ഉപയോഗപ്പെടുത്തുക. അത്തരം ദുആൻ്റെ ഇജാബത്തുള്ള സമയങ്ങളിൽ പ്രത്യേകിച്ച് എന്ത് വേണം? ഈ ദിക്ർ ദുആ, യാ വത്തൗലി യാ ദൽ ജലാലി വൽ ഇക്റാം യാ കരീമു അസ്കിന്നിൽ ഫിർദൗസാ. അൽഹംദുലില്ലാ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിജയം, ഇരുലോക ഫൗസ്, ഇരുലോക ആഫിയത്ത്, ഇരുലോക സലാമത്ത്, ഇരുലോക ഹിഫ്ള് അള്ളാഹു നമുക്കും വേണ്ടപ്പെട്ട എല്ലാവർക്കും, പ്രത്യേകിച്ച് അൻവാർ ഹഫീസിൻ്റെ കുടുംബം, നമ്മുടെ ക്ലാസ് മുടങ്ങാതെ കേൾക്കുന്നവർ, അവരെയൊക്കെ അള്ളാഹു ചേർത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു കലാമി അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാ ശാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാ ശാ അല്ലാഹ് കുല്ലു നിഅമതിൻ മിനല്ലാഹ് മാ ശാ അല്ലാഹ് അൽ ഖൈറു കുല്ലുഹു ബിയദില്ലാഹ് മാ ശാ അല്ലാഹ് ലാ യസ്രിഫു السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله